അപ്പോൾ നമ്മൾ എലമെൻ്ററി യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള സെക്ഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഒരുവിധം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേഔട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു ഏത് ലേഔട്ട് വരുമ്പോഴും നമുക്ക് എലമെൻ്ററി യൂസ് ചെയ്ത് ചെയ്തൂടെ. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് ചെയ്യാൻ പോവാണ്, ഡൈനാമിക്കായിട്ട്. വേർഡ് പ്രസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡൈനാമിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ എലമെൻ്ററി ഒന്നും ക്ലയൻസിന് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ക്ലയൻറ്റിന് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ടൈമിൽ അവർക്ക് എലമെൻ്ററിൽ വലിയ നോളജ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലുള്ള കണ്ടൻറ്റ് ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഒരു ഡാഷ്ബോർഡിലൊരു മെനു ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ഡൈനാമിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മൾ ഫിഗ്മ ഫയലിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ ഒരു ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ, ഈ ഒരു സെക്ഷനും പിന്നെ ഈ ഒരു സർവീസ് ഉണ്ടല്ലോ, സർവീസ് എന്ന് പറഞ്ഞ സെക്ഷനുമാണ് നമ്മൾ ഡൈനാമിക്കായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ പോസ്റ്റ് ടൈപ്പ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഡാഷ്ബോർഡ് ഓവർവ്യൂ പറഞ്ഞ ടൈമിൽ പറഞ്ഞല്ലോ, പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ഉണ്ട്. ഇത് വേർഡ് പ്രസ്സിൽ ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേർഡ് പ്രസ് ഫസ്റ്റ് ബ്ലോഗ് ചെയ്യാനായിട്ടൊരു CMS ആയിരുന്നു വേർഡ് പ്രസ്. പിന്നെയാണ് അതിൽ കോർപ്പറേറ്റ് വെബ്സൈറ്റും അങ്ങനെ ഡൈനാമിക്കായിട്ട് ആൾക്കാർ ഡെവലപ്പ് ചെയ്യൽ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റുള്ളൊരു പോസ്റ്റ് ടൈപ്പാണ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള പോസ്റ്റ് ടൈപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഇതുപോലെ പുതിയൊരു മെനു നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ടെസ്റ്റിമോണിയലിനാണെങ്കിൽ ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ സർവീസസ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് കുറേ പോസ്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പോസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ കുറേ പോസ്റ്റുകൾ ആഡ് പോസ്റ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു അപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് കണ്ടൻറ്റ് കൊടുത്തു, ജസ്റ്റ് അത് പബ്ലിഷ് ചെയ്യാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും പോസ്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ പോസ്റ്റുകൾ നമ്മൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണ് പോസ്റ്റ് ടൈപ്പ് വരുന്നത്. പിന്നെ ഈ ഓരോ പോസ്റ്റ് ടൈപ്പിനും ഓരോ ഡീറ്റെയിൽഡ് പേജ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ഡീഫോൾട്ട് ഡീറ്റെയിൽഡ് പേജാണ്. കണ്ടോ, അതിൽ കൊടുത്ത കണ്ടൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേജ് ഉണ്ടല്ലോ, അതും നമ്മൾ ഡിസൈൻ ചെയ്യും. അത്രയാണ് പോസ്റ്റ് ടൈപ്പിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ടൈപ്പാണെങ്കിൽ അതിൽ കുറേ സർവീസസ് ഉണ്ടാവും. പിന്നെ ഓരോ സർവീസിനും ഓരോ ഡീറ്റെയിൽഡ് പേജും ഉണ്ടാവും. പിന്നെ എല്ലാ സർവീസിനും ഒറ്റ ഡീറ്റെയിൽഡ് പേജ് ആവട്ടോ, ഒറ്റ ഡിസൈൻ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ എല്ലാ സർവീസും അതിലേക്ക് മാപ്പാവും. കണ്ടോ, ഈ എല്ലാ സർവീസിനും സെയിം ഡീറ്റെയിൽഡ് പേജ് മതി. അപ്പോൾ ഒരേ ഡിസൈനിൽ എല്ലാ സർവീസിൻ്റെ കണ്ടൻറ്റും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പോസ്റ്റ് ടൈപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ പോസ്റ്റാണ്, ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യണില്ല. നമ്മൾ ബ്ലോഗൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ടൈപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സർവീസസ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ സർവീസിൻ്റെ ഉള്ളിൽ നമ്മൾ വരുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിസൈനിൽ കണ്ടോ, സർവീസിൻ്റെ അകത്ത് സെൽഫ് സർവീസ്, ലോണ്ട്രി, പിന്നെ ഡ്രൈ ക്ലീനിങ്, ക്ലോത്തിങ്, അങ്ങനെ ഓരോ പോസ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു പ്ലഗിൻ ആവശ്യമുണ്ട്. ഇവിടെ പ്ലഗിൻസിൽ ആഡ് പ്ലഗിന് കൊടുക്കുക, ACF എന്ന് സെർച്ച് ചെയ്യുക. ACF എന്ന് പറഞ്ഞൊരു പ്ലഗിന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോസ്റ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കണ്ടോ, ഇതാണ് ACF പ്ലഗിന് വരുന്നത്. അപ്പോൾ ഈ പ്ലഗിൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ആക്റ്റീവ് കൊടുക്കുക. ഓക്കെ, അഡ്വാൻസ്ഡ് കസ്റ്റം ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലഗിനാണ്.
അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കണ്ടോ ഇവിടെ ഒരു ACF എന്ന് പറഞ്ഞൊരു മെനു ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പ്ലഗിന് വെച്ചിട്ട് നമുക്ക് പോസ്റ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ടാക്സോണമീസ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം കാറ്റഗറി, കസ്റ്റമായിട്ട് ഒരു കാറ്റഗറി ഉണ്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഓരോ സർവീസ് ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ ഇതല്ല നമ്മൾ സർവീസസ് വരുന്നത്. ഇപ്പോൾ ഈ ഓരോ സർവീസിനെ ഇപ്പോൾ ഈ ഒരു 2 സർവീസ് മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാറ്റഗറി അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി പോസ്റ്റിനൊന്നുണ്ട് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ സർവീസിന് വേറൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ടാക്സോണമി എന്ന് പറഞ്ഞാൽ. നമുക്കൊരു കസ്റ്റം കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ളതിന് വേറൊരു പേരാണ് ടാക്സോണമി. നമുക്ക് കാറ്റഗറി പോലെ വേറൊരു ഇത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ സർവീസസ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സർവീസസ് നമുക്കിപ്പോൾ കാറ്റഗറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ് സർവീസ് കാറ്റഗറീസിന് ഒരു മെയിൻ ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ടാക്സോണമി. ഇങ്ങനെ ഒരു ടാക്സോണമി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ നമുക്ക് ഓരോ കാറ്റഗറീസ് കൊടുക്കാം. കാറ്റഗറി 1, പിന്നെ കാറ്റഗറി 2. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോന്നുണ്ടല്ലോ. ഇപ്പോൾ ഇത് രണ്ടും നമുക്ക് കാറ്റഗറി 1 കൊടുക്കാം. പിന്നെ ഈ 2 പോസ്റ്റ് കാറ്റഗറി 2 കൊടുക്കാം. അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും ഈ ഓരോ പോസ്റ്റ് ടൈപ്പ്. അതിനാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയാം. ഓക്കെ, ഈ ACF വെച്ചിട്ട് നമുക്ക് പോസ്റ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം, ടാക്സോണമീസ് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ഫീൽഡ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം. ഫീൽഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഡീഫോൾട്ടായിട്ട് ഒരു ടൈറ്റിൽ ഫീൽഡും പിന്നെ ഒരു കണ്ടൻറ്റ് ഫീൽഡ്, പിന്നെ കണ്ടോ കാറ്റഗറീസ് ഉണ്ടാവും ഇവിടെ, പിന്നെ ടാഗ്സ്, പിന്നെ ഫീച്ചേർഡ് ഇമേജ്. ഇത്രയാണ് ഡീഫോൾട്ടായിട്ട് എല്ലാ പോസ്റ്റ് ടൈപ്പിനും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പുറമെ നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ ഫീൽഡ് ഇവിടെ എന്തെങ്കിലും ഒരു വാട്സപ്പ് നമ്പർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിൻറ്റ്സോ എന്തെങ്കിലും പുതിയൊരു ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡ് ഗ്രൂപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു പോസ്റ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. സർവീസസ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സർവീസിന് നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള ഫീൽഡ് തന്നെ മതിയാവും. കാരണം ഒരു ഇമേജ് അത് ഫീച്ചേർഡ് ഇമേജിൽ അപ്ലോഡ് ചെയ്യാം നമുക്ക് ഈ ഒരു ഇമേജ്. പിന്നെ ഒരു ടൈറ്റിലും പിന്നെ ഒരു ഡിസ്ക്രിപ്ഷനുമാണ് ഇതിന് വരുന്നത്. ഓക്കെ, അത് നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള ഫീൽഡ്സ് തന്നെ യൂസ് ചെയ്യാം. നമുക്ക് എക്സ്ട്രാ ഫീൽഡൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ടെസ്റ്റിമോണിയൽസും അതുപോലെ തന്നെ. പിന്നെ ഈ ഒരു ടെസ്റ്റിമോണിയലും അതുപോലെ തന്നെ നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള ഫീൽഡ്സ് തന്നെ മതി. ഒന്ന് ഒരു ടൈറ്റിൽ ഫീൽഡ്, ഈ പേര് നമുക്ക് ടൈറ്റിൽ ഫീൽഡായിട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു കുറച്ച് കണ്ടൻറ്റ്, ഇത് നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ ആ ഫീൽഡിൽ കൊടുക്കാം. പിന്നെ ഒരു ഫീച്ചേർഡ് ഇമേജ്, അത് നമുക്ക് ഫീച്ചേർഡ് ഇമേജിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു 2 പോസ്റ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഈ സർവീസസ് എന്ന് പറഞ്ഞിട്ടും പിന്നെ ടെസ്റ്റിമോണിയൽസിന് വേണ്ടിയിട്ട് 2 മെനു, ഈ ഒരു ഡാഷ്ബോർഡിൽ 2 മെനു ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ACFൽ പോവാം. അതിൽ പോസ്റ്റ് ടൈപ്പ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ACFൻ്റെ ഒരു ഇത് വരുന്നത്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ആഡ് പോസ്റ്റ് ടൈപ്പ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോം വരും. അപ്പോൾ അതിൽ ഇവിടെ നമ്മളിപ്പോൾ സർവീസസ് ആണെങ്കിൽ ഇവിടെ സർവീസസ് എന്ന് കൊടുക്കുക. പിന്നെ ഇവിടെ സിംഗുലർ ലാബലിൽ സർവീസ് എന്ന് കൊടുക്കുക. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സർവീസസ് എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സർവീസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ അതിൻ്റെ കീ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഡീഫോൾട്ട് തന്നെയാണ് കേട്ടോ, പബ്ലിക് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഓരോ ഐക്കൺസ് ഉണ്ടല്ലോ, അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻ എടുക്കുക. എന്നിട്ട് ഇതിൽ വിസിബിലിറ്റി എടുത്തതിൻ്റെ ശേഷം കണ്ടോ നമുക്ക് ഐക്കൺ കസ്റ്റമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാണ് നമ്മളെ കസ്റ്റം പോസ്റ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഐക്കണാവും വരിക. ഞാനിപ്പോൾ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് സർവീസസ് അല്ലേ വെറുതെ വരുന്നത്, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഐക്കണ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഈ ഐക്കൺ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ,
സർവീസിന് ഞാൻ ഈ ഒരു പിന്നിൻ്റെ ഐക്കൺ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ സേവ് ചേഞ്ചസ് കൊടുക്കുക. സേവ് ചേഞ്ചസ് കൊടുത്തപ്പോൾ കണ്ടോ ഇവിടെ സർവീസസ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ക്രിയേറ്റ് ആയി. ഓക്കെ, ഇതിൽ കാറ്റഗറീസ് ഒന്നുമില്ല, നമ്മൾ ടാക്സോണമി ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ സർവീസസ് മാത്രമേ ഉള്ളൂ. സർവീസസ് എന്ന് പറഞ്ഞൊരു മെനു ക്രിയേറ്റ് ആയി. ഇവിടെ നമുക്ക് കണ്ടോ ആഡ് ന്യൂ സർവീസ് കൊടുക്കാം, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന്, ഫീച്ചർഡ് ഇമേജ്. ഇത്രയാണ് ഡീഫോൾട്ടായിട്ടൊരു കസ്റ്റം പോസ്റ്റ് ടൈപ്പിന് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇവിടെ ഏത് ഫീൽഡ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ACF യൂസ് ചെയ്തിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു കസ്റ്റം പോസ്റ്റ് ടൈപ്പിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഞാനിപ്പോൾ ഇത് ഹാഷ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു കസ്റ്റം പോസ്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്ട്, ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ആഡ് ന്യൂ കൊടുക്കുക, ഇവിടെ ടെസ്റ്റിമോണിയൽസ് എന്ന് കൊടുക്കുക, പിന്നെ സിംഗുലർ ലാബലിൽ ടെസ്റ്റിമോണിയൽ കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഐക്കൺ ഞാൻ മാറ്റുന്നുണ്ട്. ടെസ്റ്റിമോണിയലിന് ചാറ്റിൻ്റെ ഒരു ഐക്കൺ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. കണ്ടോ, ഈ ഒരു ഐക്കൺ നമുക്ക് ടെസ്റ്റിമോണിയലിന് കൊടുക്കാം. ഓക്കെ, സേവ് ചേഞ്ചസ് കൊടുക്കാം. കണ്ടോ, ടെസ്റ്റിമോണിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെനു കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സെയിം സ്ട്രക്ചറാവും, എല്ലാ പോസ്റ്റ് ടൈപ്പിനും സെയിം സ്ട്രക്ചറാവും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പോസ്റ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ പോസ്റ്റുകളുണ്ടല്ലോ, ഇത് നമുക്ക് അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സർവീസിലാണെങ്കിൽ കണ്ടോ ഈ ഒരു 4 സർവീസ് നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാം. ഇമേജിൽ എക്സ്പോർട്ട് കൊടുക്കുക, സർവീസ് 1 എന്ന് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇമേജ്. പിന്നെ നെക്സ്റ്റ് ഇമേജ് എടുക്കുക, എക്സ്പോർട്ട് കൊടുക്കുക, സർവീസ് 2 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഇമേജസ് എക്സ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റിമോണിയലിൻ്റെ ഇമേജസും കൂടെ എക്സ്പോർട്ട് ചെയ്യാം. ഇമേജ് സെലക്ട് ചെയ്യാം, എക്സ്പോർട്ട് കൊടുക്കുക, PNG. ഞാൻ ടെസ്റ്റിമോണിയൽ 1 എന്ന് കൊടുക്കുന്നു, ടെസ്റ്റിമോണിയൽ 1 2 3. ടെസ്റ്റിമോണിയൽ 2 3. നെക്സ്റ്റ് ഉള്ളത് സെയിം ഇമേജ് തന്നെയാണ്. നമ്മൾ ഇതിലുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഡമ്മിയാണ് കേട്ടോ. ടെസ്റ്റിമോണിയൽ 3. ഓക്കെ, നമ്മൾ ഇമേജസ് എക്സ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്കിത് അവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സർവീസസ് ആഡ് ന്യൂ സർവീസ് കൊടുക്കുക, ടൈറ്റിൽ വരുന്നത് കണ്ടോ ഇവിടുന്ന് കോപ്പി എടുക്കുക. ഇവിടുന്ന് കോപ്പി എടുത്തതിന് ശേഷം ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം, കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. പിന്നെ ഫീച്ചർഡ് ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ എല്ലാ ഇമേജും ഞാൻ അപ്ലോഡ് ചെയ്യാം. സർവീസ് 1, പിന്നെ നെക്സ്റ്റ് അടുത്തത് ആഡ് ന്യൂ സർവീസ് കൊടുക്കുക, അടുത്ത ടൈറ്റിൽ കൊടുക്കുക, പാരഗ്രാഫ്, ഫീച്ചർഡ് ഇമേജ്, എല്ലാ സർവീസും ഒന്ന് അപ്ലോഡ് ചെയ്യാം ഡാഷ്ബോർഡിൽ. എന്നിട്ട് ആ സർവീസാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോകുന്നത്. അതും PHP ഫങ്ഷൻ യൂസ് ചെയ്തിട്ട്, ഒരു ഷോർട്ട് കോഡ് എന്ന് അതിന് പറയാം. ഷോർട്ട് കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് പേജിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഓക്കെ, ഇമേജ് 3 സർവീസ് ആഡ് ചെയ്തു. നെക്സ്റ്റ് ഒരു സർവീസും കൂടെ. ഓക്കെ, കണ്ടോ സർവീസസിൽ നമ്മൾ ഇത്രയും സർവീസസ് അപ്ലോഡ് ചെയ്തു. ഈ ഒരു മെത്തേഡാണ്, ഇതാണ് നമ്മൾ ക്ലയൻസിന് കൊടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ സർവീസ് ആഡ് ചെയ്ത പോലെ ഇപ്പോൾ ക്ലയൻസിന് ഡാഷ്ബോർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സർവീസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാഷ് കൊടുത്താൽ അത് ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ആ ഒരു ആക്സസ് ആണ് നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കാൻ പോകുന്നത്, ഒരു ക്ലയൻറ്റിന് ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടെസ്റ്റിമോണിയലും കൂടെ അതുപോലെ ആഡ് ചെയ്യാൻ പോവാണ്. ടൈറ്റിൽ അവരുടെ പേര് അതിൻ്റെ ഫോണ്ട് എന്തോ ഈ ഫോണ്ട് ഇതിൽ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് ഞാനിതിൻ്റെ ഫോണ്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ പോപ്പിൻസ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഗൂഗിൾ ഫോണ്ട് അല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ടെസ്റ്റിമോണിയലിൽ അവർ പേര് ടൈറ്റിലാക്കി കൊടുക്കുക, പിന്നെ കണ്ടൻറ്റ് കോപ്പി എടുക്കുക,
ഇമേജും കൂടെ ഫീച്ചർഡ് ഇമേജിൽ ആ ഇമേജും കൂടെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആഡ് ടെസ്റ്റിമോണിയൽ. ഇങ്ങനെ എല്ലാ ടെസ്റ്റിമോണിയലും ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഒരു 4 അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പം കാരണം ഇപ്പോൾ ഇത് 3 ഇവിടെ കാണിക്കുന്നുണ്ട്, പിന്നെ 1 കുറച്ച് ഭാഗം മാത്രം കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 കാണിക്കുമ്പോൾ 3 കൂടുതലുണ്ടെങ്കിൽ നമ്മൾ സ്വൈപ്പർ സ്ലൈഡർ എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 കൂടുതലുണ്ടെങ്കിൽ ആ സ്ലൈഡർ വർക്ക് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 ആഡ് ചെയ്യുന്നത്. ഈ ഫോണ്ടൊന്നും അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഈ ഒരു ഡിസൈന് ഞാൻ വേറൊരു ഡിസൈന് എടുത്തതാണ്. അതിൽ നിന്ന് ലോഗോ ഒക്കെ റിമൂവ് ചെയ്തിട്ട് എടുത്തൊരു ഡിസൈനാണിത്. ഫീച്ചർഡ് ഇമേജ്. ഓക്കെ, നമ്മളിപ്പോൾ 4 ടെസ്റ്റിമോണിയലും കൂടെ ആഡ് ചെയ്തു. 4 സർവീസും 4 ടെസ്റ്റിമോണിയലും ആഡ് ചെയ്തു. ഇനി നമ്മൾ ഈ പോസ്റ്റ് ടൈപ്പ് ഉണ്ടല്ലോ, ഈ സർവീസസിൻ്റെ അണ്ടറിലുള്ള ഈ പോസ്റ്റുകൾ നമ്മൾ ഡിസൈനിൽ കാണുന്ന പോലെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പോവാണ് ഡൈനാമിക്കായിട്ട്. ഡാഷ്ബോർഡിലുള്ള വാല്യൂസ് ഡൈനാമിക്കായിട്ട് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോവാണ്. അത് നമ്മളൊരു PHP ഫങ്ഷന് വെച്ചിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഫങ്ഷൻ വേർഡ്പ്രസ്സിൽ കസ്റ്റം ഫങ്ഷൻ കൊടുക്കൽ, ഇവിടെ അപ്പിയറൻസിൽ തീം ഫയൽ എഡിറ്റർ ഉണ്ടല്ലോ, ഇതിൽ functions.php എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാവും. ഓക്കെ, ഇതിലാണ് നമ്മൾ ഫങ്ഷൻസൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു ഷോർട്ട് കോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഫങ്ഷന് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോകുന്നത്. ഓക്കെ, ഫങ്ഷൻ എന്ന് പറയുമ്പോൾ PHP നോളജ് അത്ര നോളജ് ഒന്നും വേണ്ട. ChatGPT യൂസ് ചെയ്തിട്ടാണ് ഫങ്ഷന് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ഈ ഒരു ഇവിടെ ഇത് മാത്രമാണല്ലോ നമ്മൾ ഷോർട്ട് കോഡ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ എലമെൻ്റർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് ചെയ്യാം. അപ്പോൾ അതിന് ഞാനൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹോം പേജിൻ്റെ എഡിറ്റ് എടുക്കുക. നമ്മൾ ഹോം പേജ് എടുക്കുക, എന്നിട്ട് എഡിറ്റ് വിത്ത് എലമെൻ്റർ കൊടുക്കുക. ഓക്കെ, അതിൽ നമ്മൾ ഈ ഒരു കൗണ്ടറിനും സെക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ മേലായിട്ടാണ് നമുക്ക് ആ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. ഡയറക്ഷൻ നമുക്ക് താഴോട്ട് തന്നെ വെർട്ടിക്കലായിട്ട് തന്നെ മതിയല്ലോ. കാരണം നമുക്ക് ഒരു കോളം ഒന്നും കൊടുക്കാനില്ല. ജസ്റ്റ് ഒരു ടൈറ്റിലും പിന്നെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും പിന്നെ ഒരു ഷോർട്ട് കോഡിൻ്റെ ഒരു വിഡ്ജറ്റുമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, ഷോർട്ട് കോഡിൻ്റെ വിഡ്ജറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഹെക്സാ കോഡ് ഒന്ന് കോപ്പി എടുക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു കണ്ടെയ്നറിന് മാർജിൻ ടോപ്പ് കൊടുക്കുന്നുണ്ട് ഒരു 100 പിക്സൽ. ഇവിടുന്ന് ഒരു 100 പിക്സൽ സ്പേസ് വേണമല്ലോ. എന്നിട്ട് എൽ ടാബ് എടുക്കുക. ഒക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട് ഓരോ വിഡ്ജറ്റിൽ. അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് പിന്നെ ഇതിന് പാഡിങ് വേണമല്ലോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സ്പേസ് വേണം. അത് ഞാൻ ആ ഒരു ടൈറ്റിൽ വിഡ്ജറ്റ് ആഡ് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ, നമുക്കൊരു ഹെഡിങ് വിഡ്ജറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ സ്പേസ് ഇല്ലല്ലോ. ഇതിൻ്റെ സ്റ്റൈലൊന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സെൻട്രൽ ലൈൻ ആക്കണം നമുക്ക്. അത് സ്റ്റൈലെടുക്കുക, അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് ചെയ്യാം. കളറ് വൈറ്റാണ് വരുന്നത്. ഫോണ്ട് സൈസ് 61 പിക്സൽ. പിന്നെ ഫോണ്ട് സ്റ്റൈൽ വരുന്നത് ഈ ഒരു സെയിം ഫോണ്ടാണ്. അത് കോപ്പി എടുക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫോണ്ട് സൈസ് 61 പിക്സൽ. പിന്നെ ഫോണ്ട് വെയ്റ്റ് ബോൾഡാണ്. ഫോണ്ട് വെയ്റ്റ് ഞാൻ ബോൾഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ കളർ വൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു പാരഗ്രാഫും കൂടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു പാരഗ്രാഫും കൂടെ ടെക്സ്റ്റ് എഡിറ്റർ വിഡ്ജറ്റ് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ 2 ലൈനായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു BR ഇട്ട് കൊടുക്കാം. ഇതിൽ ഈ വിഷ്വൽ എഡിറ്റർ ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിയിട്ട് ഇവിടെ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക്
കോഡ് എഡിറ്റർ ആക്കാൻ പറ്റും കേട്ടോ. നമുക്ക് HTML കോഡ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ബാക്കിയുള്ള സ്റ്റൈൽ ചെയ്യാം. ടെക്സ്റ്റ് അലൈന് സെൻറ്റർ കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കളർ കോപ്പി ചെയ്യാം. ഈ ഒരു പാരഗ്രാഫിൻ്റെ അത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഫോണ്ട് ഇൻ്ററാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് ഫോണ്ടും ഇവിടെ ടൈപ്പോഗ്രഫിയിൽ കൊടുക്കും. ഫോണ്ട് സൈസ് 16 പിക്സലാണ്. അപ്പോൾ അങ്ങനെ ആ ഡിസൈന് നോക്കിയിട്ട് ഓരോ സ്റ്റൈൽ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് സ്പേസ് വരുന്നത്. നമ്മൾ ഇവിടെ മാർജിനല്ല കൊടുത്തത്. അപ്പോൾ ഈ മാർജിനും പാഡിങ് ഒന്നും കൂടെ നമുക്ക് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഇപ്പോൾ ഒരു റോ അല്ല എന്ത് വിഡ്ജറ്റ് എടുത്താലും ഇപ്പോൾ അതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തേക്കുള്ള സ്പേസാണ്. ഓക്കെ, മാർജിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനൊരു 100 പിക്സൽ മാർജിൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ്ടാവുകയെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തേക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനൊരു 100 പിക്സൽ മാർജിൻ ടോപ്പിൽ മാർജിൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു റോ കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്പേസ് വരാം. ഓക്കെ, അല്ല അതിന് പാഡിങ് ആണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്തോട്ടാണ് വരിക. ഓക്കെ, പാഡിങ് കൊടുക്കുകയാണെങ്കിൽ അകത്തോട്ടും മാർജിൻ കൊടുക്കുകയാണെങ്കിൽ പുറത്തോട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റോക്ക് നമുക്ക് മാർജിൻ അല്ല കൊടുക്കാനുള്ളത്. ഇവിടെ സ്പേസ് വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ മാർജിൻ കൊടുക്കുക. ഈ ഒരു റോൻ്റെ അകത്ത് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ റോക്ക് പാഡിങ് ആണ് കൊടുക്കുക. അല്ല അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് സ്പേസ് വേണമെങ്കിൽ ഈ ഒരു വിഡ്ജറ്റിന് നമുക്ക് മാർജിൻ കൊടുക്കാം. പക്ഷെ നമുക്ക് ഈ റോക്ക് പാഡിങ് കൊടുക്കാം നല്ലത്, ടോപ്പും ബോട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു 100 പിക്സൽ തന്നെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 80 പിക്സലോ അങ്ങനെ എത്രയെങ്കിലും. ഞാനിപ്പോൾ ഒരു 100 കൊടുക്കുന്നുണ്ട്. 100 പിക്സൽ ടോപ്പിലും ബോട്ടം കുറച്ച് പാഡിങ് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ മാർജിന് കൊടുത്തപ്പോൾ ഇതിൻ്റെ പുറത്തോട്ടാണ് വന്നത്. ഈ ഒരു 100 പിക്സൽ മാർജിന് ഇതിൻ്റെ പുറത്തോട്ടാണ് വന്നത്. അപ്പോൾ അതാണ് മാർജിനും പാഡിങ്ങും വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള കണ്ടൻറ്റാണ് അവിടെ ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ടെസ്റ്റിമോണിയലും കൂടെ ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് ആ ഒരു നമ്മളെ അബൌട്ട് അസ് ചെയ്തില്ലേ, ആ സെയിം ഷോർട്ട് ടൈറ്റിലും പിന്നെ ടൈറ്റിലും കൊടുത്താൽ മതി. സെയിം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ അത് ഈ ഒരു CTA സെക്ഷൻ്റെ താഴെയായിട്ടാണ് ടെസ്റ്റിമോണിയലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ CTA സെക്ഷൻ വരുന്നത്. ഇവിടെ ഞാനൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വിഡ്ജറ്റ് ഞാൻ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. ഈ ഒരു വിഡ്ജറ്റ് ഉണ്ടല്ലോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാനും പറ്റും. ഈ കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇവിടെ കോപ്പി കൊടുത്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തൊന്ന് പേസ്റ്റ് ചെയ്താലും നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, പിന്നെ ഇത് നമുക്ക് സെൻറ്റർ ആവണമല്ലോ. അപ്പോൾ ഈ ഒരു വിഡ്ജറ്റ് ഞാൻ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ കൊടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഹൊറിസോണ്ടലി സെൻറ്റർ അലൈൻ ചെയ്യാനാണ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ടൈറ്റിലും കൂടെ പേസ്റ്റ് ചെയ്യാം. അതിൻ്റെ താഴെ തന്നെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സെൻട്രൽ ലൈൻ ആണല്ലോ, സെൻട്രൽ ലൈനും വേണം. പിന്നെ 2 ലൈനായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. കണ്ടൻറ്റ് കോപ്പി ചെയ്തിട്ട് അവർ കഴിഞ്ഞിട്ടാണല്ലോ നെക്സ്റ്റ് ലൈൻ വരുന്നത്. അപ്പോൾ അവർ കഴിഞ്ഞിട്ട് നമുക്കൊരു BR ടാഗ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ അവറിൻ്റെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു BR ടാഗ് ഇട്ട് കൊടുത്താൽ അത് താഴോട്ടായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെയുള്ളതും പിന്നെ ഈ ഒരു സർവീസിൻ്റെ താഴെയുള്ളതുമാണ് നമുക്ക് ഡൈനാമിക് ആയിട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അത് ചെയ്ത് നോക്കാം.